എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. എന്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. ഉള്ളിൽ ഒരു വസന്തം രൂപം കൊള്ളുകയാണ്. അവിടെ വൈകിപ്പോക്കുന്ന പൂക്കൾക്ക് ഇത്തിരി ഭംഗി കൂടുതലാണല്ലേ. ഒരു വിത്ത് മണ്ണിനടിയിൽ നിശബ്ദമായി കിടക്കുമ്പോൾ ഉള്ളിൽ ഒരു വസന്തം രൂപം കൊള്ളുകയാണ്. അവിടെ വളർച്ചയുടെ ശബ്ദം നിറഞ്ഞിരിപ്പുണ്ട്. അത് സൂര്യനെ കാണാൻ തിടുക്കപ്പെട്ടില്ല, മഴയെ വിളിച്ചതുമില്ല, കാലത്തെ കുറ്റപ്പെടുത്തിയില്ല. അതറിയുന്നു, ഇത് അവസാനമല്ല, ആരംഭത്തിന്റെ ഇരുട്ടാണ്, തയ്യാറെടുപ്പിന്റെ ഇടവേളയാണ്. അത് പൂക്കാൻ തയ്യാറാകലാണ്. ഓരോ ജീവിതത്തിനും ഓരോ കാലമുണ്ട്. ചിലത് വസന്തത്തിൽ വിരിയും, ചിലത് വേനലിൽ തെളിയും, ചിലത് മഴയിൽ നിലനിൽക്കും, ചിലത് ശിശിരത്തിന് ശേഷം മാത്രം പുഞ്ചിരിക്കും. അതിനറിയാമെന്നേ കാത്തിരിപ്പിന്റെ വേദനയും വിരിയലിന്റെ മഹത്വവും. വൈകി ഈ പ്രായമായിട്ടും ഇന്നും ഒരു ഹൃദയ ശസ്ത്രക്രിയയിൽ വെച്ചാണ് HIV രോഗം പ്രശസ്ത ടെന്നീസ് കളിക്കാരനായ ആർതർ ആഷിന് ലഭിച്ചത്. ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ഇപ്രകാരം ചോദിച്ചു, താങ്കൾക്ക് ദൈവത്തോട് ഒരിക്കലെങ്കിലും ദേഷ്യം തോന്നിയിട്ടില്ല? കാരണം ഇത്രയും കൂടി ജനങ്ങളുള്ള ഈ ഭൂമിയിൽ തനിക്ക് മാത്രം ഈ രോഗം തന്ന ദൈവത്തോട് താങ്കൾക്ക് വിരോധമുണ്ടായിരുന്നു. അതിന് ആഷ് കൊടുത്ത മറുപടി ലോക ശ്രദ്ധ നേടിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ലോകത്ത് 5 കോടി ജനങ്ങളാണ് ടെന്നീസ് കളി പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. അതിൽ 5 ലക്ഷം പേര് ടെന്നീസ് നന്നായിട്ട് കളിക്കുന്നവരാണ്. അതില് 50,000 പേര് ടെന്നീസില് നല്ല പ്രൊഫഷണലുകളായി മാറും. അതിൽ 5,000 പേര് ടെന്നീസിലെ പല ടൂർണമെന്റുകളിൽ പങ്കെടുക്കുന്നു. അതിൽ 123 പേരാണ് വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. 4 പേര് സെമി ഫൈനലിലെത്തുന്നു, 2 പേര് ഫൈനലിലെത്തുന്നു. ഒരിക്കൽ ദൈവം എനിക്ക് വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പ് തന്നപ്പോൾ ദൈവത്തോട് ഞാൻ ചോദിച്ചില്ല, ദൈവമേ നീ എനിക്ക് എന്തിന് ഈ വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പ് തന്നു എന്ന്. അതുകൊണ്ട് ഈ രോഗത്തിന് നടുവില്, ഈ വേദനയുടെ നടുവില് ഞാൻ ദൈവത്തോട് ചോദിക്കുന്നില്ല, ദൈവമേ എനിക്ക് എന്തിന് നീ അസുഖം തന്നു എന്ന്. വിജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കാറ് പോലുമില്ല. പക്ഷേ ജീവിതത്തിൽ ഒരു സങ്കടം, ഒരു പരാജയം, ഒരു തിരിച്ചടി ഉണ്ടായാൽ നമ്മൾ ഉറപ്പായിട്ടും ദൈവത്തെ അതിന് പണിച്ചു. ദൈവമേ നീ എവിടെയാണെന്ന് ചോദ്യമുള്ളൂ. നീ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് എന്നും കൃതജ്ഞതയോടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഗർഭിണിയായ പെണ്ണ് ഓട്ടോറിക്ഷയിൽ ഡോക്ടറെ കാണിക്കാന് ജീവിതത്തിൽ നാം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ വിലപ്പെട്ട 6 കാര്യങ്ങൾ. 1. മടി ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കുന്നു. നമ്മൾ മുന്നോട്ട് വെക്കുന്ന വലിയ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ നിരന്തരമായ കഠിനാധ്വാനം ആവശ്യമാണ്. എന്നാൽ മടി കാരണം കാര്യങ്ങൾ നാളേക്ക് മാറ്റിവെക്കുമ്പോൾ ആ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള നമ്മുടെ സമയവും അവസരങ്ങളും എന്നേക്കുമായി നഷ്ടപ്പെടുന്നു. 2. ദേഷ്യം വിവേകത്തെ ഇല്ലാതാക്കുന്നു. കടുത്ത ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള നമ്മുടെ ബുദ്ധിശക്തിയും വിവേകവും ഇല്ലാതാകുന്നു. ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതിലൂടെ പിന്നീട് ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരുന്ന തീരുമാനങ്ങൾ നാം എടുത്തേക്കാം. 3. ഭയം സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നു. പരാജയപ്പെടുമോ എന്ന പേടി കാരണം പലരും തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാറില്ല. പരീക്ഷിക്കാൻ പോലുമുള്ള ഈ ഭയം നമ്മുടെ യഥാർത്ഥ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതിൽ നിന്നും നമ്മെ പൂർണ്ണമായും വിലക്കുന്നു. 4. അഹങ്കാരം വളർച്ചയെ ഇല്ലാതാക്കുന്നു. എല്ലാം എനിക്കറിയാം എന്ന ചിന്ത പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നമ്മുടെ മനസ്സിനെ അടച്ചു കളയുന്നു. സ്വന്തം തെറ്റുകൾ തിരുത്താനും മറ്റുള്ളവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനും കഴിയാതെ വരുമ്പോൾ നമ്മുടെ വ്യക്തിഗതമായ വളർച്ച അവിടെ അവസാനിക്കുന്നു. 5. അസൂയ സമാധാനത്തെ ഇല്ലാതാക്കുന്നു. മറ്റുള്ളവരുടെ വിജയവും സന്തോഷവും കണ്ട് അസൂയപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലെ സ്വസ്ഥതയാണ് നഷ്ടമാകുന്നത്. നമുക്കുള്ള കാര്യങ്ങളിൽ സന്തോഷിക്കാൻ കഴിയാതെ വരുമ്പോൾ ജീവിതത്തിൽ സമാധാനമില്ലാതാകുന്നു.
ആറാമത്തേത്, സംശയം ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നു. എന്നെ കൊണ്ട് ഇതിന് കഴിയുമോ എന്ന അനാവശ്യമായ സ്വയം സംശയം നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു. സ്വന്തം കഴിവുകളിലുള്ള ഈ വിശ്വാസക്കുറവ് വിജയത്തിലേക്കുള്ള വലിയൊരു തടസ്സമാണ്. ഈ അറിവ് നിങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ചിലർ ഒരിക്കലും ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ 1000 ബന്ധങ്ങളൊന്നും വേണമെന്നില്ല. നമ്മളെ സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന, വിശ്വസിക്കുന്ന ഒരാളുണ്ടായാൽ മതി. ഒരാള്. കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ, പക്ഷെ കിട്ടിയാലുണ്ടല്ലോ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കേ. കിട്ടാനായിട്ട് ഒന്ന് പരിശ്രമിച്ചു നോക്ക് കേട്ടോ. ദൈവം സഹായിക്കട്ടെ. ദൈവം കൂടെ ഉണ്ടാകട്ടെ. ജീവിതത്തിൽ സന്തോഷത്തോടെ ഇന്ന് ലോക വനദിനം. ഒരു തൈ നടാം, നാളെയുടെ അന്നത്തിനായി, നാളെയുടെ തണലിനായി, നാളെയുടെ ശ്വാസത്തിനായി ഒരു തൈ നടാം. ഒരിക്കൽ കര കടലിനോട് ചോദിച്ചു, സ്വന്തമാക്കാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും എന്തിനാ നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? കടൽ നിശബ്ദമായി പുഞ്ചിരിച്ചു. അവന്റെ തരംഗങ്ങൾ അപ്പോഴും കരയെ തഴുകി. അവ വീണ്ടും വീണ്ടും തിരികെ പോകുമ്പോഴും അത് പരാതിപ്പെട്ടില്ല. കാരണം സ്നേഹമെന്നത് കൈവശം വെക്കലല്ല, സ്വന്തമാക്കലുമല്ല, ബന്ധിച്ചു നിർത്തലുമല്ല. അത് വാക്കുകളില്ലാത്ത കാത്തിരിപ്പാണ്, മറുപടി പ്രതീക്ഷിക്കാത്ത പ്രാർത്ഥനയാണ്. ഹൃദയം പൊട്ടിയാലും പുഞ്ചിരിയോടെ മാറി നിൽക്കാനുള്ള മനസ്സിന്റെ സൗമ്യതയാണ്. ചിലരെ വിട്ടയക്കുമ്പോൾ ഹൃദയം നനയുമെങ്കിലും ആ കണ്ണുനീർ പോലും സ്നേഹത്തിന്റെ തെളിവായിരിക്കും. സ്വന്തമാക്കാൻ കഴിയാത്തതിനെ സ്നേഹിക്കാൻ പഠിച്ചവരാണ് അതിന്റെ അർത്ഥമറിയുന്നവർ. ഒരിക്കൽ ഒരു രാജാവ് ആനപ്പുറത്തേറി തന്റെ രാജ്യം ചുറ്റിക്കാണുകയായിരുന്നു. രാജപ്രതാപത്തോടെ സഞ്ചരിച്ചിരുന്ന ആനയുടെ തുമ്പിക്കൈ തട്ടി വഴിയരികിലിരുന്ന ഒരു യാചകന്റെ ഭിക്ഷാപാത്രം താഴെ വീണു. ദേഷ്യം വന്ന യാചകൻ ചാടി എഴുന്നേറ്റ് ആനയുടെ വാലിൽ പിടുത്തമിട്ടു. ആന സർവശക്തിയും ഉപയോഗിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും ഒരടി പോലും ചലിക്കാനായില്ല. ഈ കാഴ്ച കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു. കേവലം ഒരു യാചകന് ആനയെ പിടിച്ചു നിർത്താൻ മാത്രം ശക്തിയോ? അദ്ദേഹം ചിന്തിച്ചു. രാജാവ് യാചകനോട് പറഞ്ഞു, നിങ്ങൾ ഈ തെരുവിൽ കഴിയേണ്ട ആളല്ല. നിങ്ങളുടെ സ്ഥാനം എന്റെ രാജ്യസഭയിലാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് രാജക്ഷേത്രത്തിൽ ദീപം തെളിക്കണം, ആരതി ചെയ്യണം, അത്രമാത്രം. നല്ല ഭക്ഷണവും സൗകര്യങ്ങളും ലഭിക്കുമെന്ന് മനസ്സിലാക്കിയ യാചകൻ രാജാവിനോടൊപ്പം പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ രാജസദസ്സിലേക്ക് അന്യദേശത്ത് നിന്ന് ഒരു രാജാവെത്തി. അതിഥിയോട് രാജാവ് അഭിമാനത്തോടെ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ദേശത്തെ ജനങ്ങളും സൈന്യവും മാത്രമല്ല, ഇവിടുത്തെ ഭിക്ഷുക്കൾ പോലും ഒരാനയെ പിടിച്ചു നിർത്താൻ മാത്രം ശക്തരാണ്. അത് കാണിച്ചു തന്നാൽ വിശ്വസിക്കാം എന്നായി അന്യദേശത്തു നിന്ന് വന്ന രാജാവ്. അങ്ങനെ രാജാവ് ഭിക്ഷുവിനെ വിളിച്ച് ആനയെ പിടിച്ചു നിർത്തുന്നത് കാട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന പ്രശ്നമാണെന്നും അയാളോട് പറഞ്ഞു. യാചകൻ അത് സമ്മതിച്ചു. അല്പസമയത്തിനകം ആനയെ കൊണ്ടുവന്നു. യാചകൻ ആനയെ വാലിൽ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും ഇത്തവണ ആന നിസ്സാരമായി അയാളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഇത് കണ്ട രാജാവ് ഞെട്ടിപ്പോയി. അദ്ദേഹം ഭിക്ഷുവിനോട് ചോദിച്ചു, നിങ്ങൾ വഴിയോരത്ത് അല്പമാത്രം ഭക്ഷണം കഴിച്ച് ജീവിച്ചിരുന്നപ്പോൾ ഒരാനയെ പിടിച്ചു നിർത്താൻ മാത്രം ശക്തിയുണ്ടായിരുന്നു. ഇപ്പോൾ രാജഭവനത്തിൽ ആവശ്യത്തിലധികം ഭക്ഷണം കിട്ടിയപ്പോൾ നിങ്ങളുടെ ശക്തിയെല്ലാം എവിടെ പോയി? ഭിക്ഷുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, എന്റെ മാനസിക സമ്മർദ്ദം എന്റെ ശക്തിയെല്ലാം കവർന്നെടുത്തു. ഞാൻ തെരുവിലായിരുന്നപ്പോൾ എപ്പോൾ എഴുന്നേൽക്കണമെന്നോ എപ്പോൾ ഉറങ്ങണമെന്നോ ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഉറങ്ങുമ്പോൾ പോലും മാനസിക സമ്മർദ്ദമാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം, ദീപം തെളിക്കണം, ആരതി ചെയ്യണം. ഈ പിരിമുറുക്കവും മാനസിക സമ്മർദ്ദവും എല്ലാം ചേർന്ന് എന്റെ ശക്തിയെല്ലാം ചോർത്തിക്കളഞ്ഞു. എക്കാലത്തും മാനസിക സമ്മർദ്ദം മനുഷ്യന് വല്ലാതെ ദോഷം ചെയ്യും. ഉറങ്ങുന്നത് പോലും മാനസിക സമ്മർദ്ദത്തിലാകയാൽ മനുഷ്യൻ അനേക രോഗങ്ങൾക്ക് അടിമയായി തീരാം. നാം എത്രമാത്രം സമ്മർദ്ദം അനുഭവിച്ചാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും.
അപ്പോൾ പിന്നെ എന്തിനാണ് അനാവശ്യ പിരിമുറുക്കം? ആനന്ദത്തോടെ ജീവിക്കാം, സന്തോഷത്തിൽ ആയിരിക്കാം, മനസ്സിന് വിശ്രമം. ഒരിക്കൽ ഒരു രാജാവ് ആനപ്പുറത്തേറി എത്ര സ്നേഹിച്ചിരുന്നു, എത്ര വിശ്വസിച്ചിരുന്നു, എത്ര ബഹുമാനിച്ചിരുന്നു. കൃത്യമായി അറിയണോ? ഒരാളോട് വഴക്കിട്ടാൽ മാത്രം മതി. പലരുടെയും ശരിക്കുള്ള സ്വഭാവം അപ്പോൾ നമുക്ക് കാണാം. ബഹുമാനമില്ലാത്ത സംസാരം ഉണ്ടാകുമ്പോൾ അത് അധികം നീണ്ടുപോകാത്ത ബന്ധത്തിന്റെ വ്യക്തമായ ലക്ഷണങ്ങളാകും. അതൊരു നിശബ്ദമായ മുന്നറിയിപ്പാണ്. വഴക്കിനിടയിൽ പറയുന്ന വാക്കുകൾ അവസരത്തിലൊന്നും പറയുന്നതല്ല. അവ മനസ്സിന്റെ ഉള്ളിൽ കാലങ്ങളായി കാത്തുനിന്ന സത്യങ്ങളാകാം. സ്നേഹത്തിൽ കാണിക്കുന്ന മുഖമല്ലെന്നേ വഴക്കിൽ കാണിക്കുന്ന സ്വഭാവം. യഥാർത്ഥ സ്നേഹം കോപിച്ചാലും ബഹുമാനമൊന്നും നഷ്ടപ്പെടില്ല. യഥാർത്ഥ ബന്ധം പിണങ്ങിയാലും അവഹേളനമായൊന്നും മാറില്ല. വേദനിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം സ്നേഹത്തിന്റെ അടയാളമല്ല, വേദനിപ്പിക്കാതെ സംസാരിക്കാനുള്ള നിയന്ത്രണമാണെന്നേ സ്നേഹത്തിന്റെ ഉയരം. എത്ര സ്നേഹിച്ചിരുന്നു, ഒരു നല്ല ചിന്ത. വളരെ വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ ഡുണ്ടെ എന്ന കുട്ടി കാറ്റിനെ ശ്രദ്ധിച്ചിരുന്നു. മറ്റു കുട്ടികൾ ആർപ്പ് വിളിക്കുകയും ഓട്ടമത്സരം നടത്തുകയും ഗുസ്തി പിടിക്കുകയും ചെയ്യുമ്പോൾ ഡുണ്ടെ അടുത്തുള്ള മലയുടെ മുകളിൽ കയറി കാറ്റിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും സൂര്യാസ്തമയ സമയം അവൻ അങ്ങനെ ചെയ്തിരുന്നു. ഇത് കാരണം ഗ്രാമവാസികളെല്ലാം അവനെ കളിയാക്കിയിരുന്നു. ഒരു വരണ്ട സീസണിൽ മഴ വൈകി, നദികൾ ഉണങ്ങി, വിളകൾ വാടാൻ തുടങ്ങി. ഗ്രാമവാസികൾ ആശങ്കാകുലരായി. ഒരു വൈകുന്നേരം ഡുണ്ടെ കുന്നിൻ മുകളിൽ ഇരിക്കുമ്പോൾ പതിവിലും ശക്തമായി കാറ്റ് വീശി. അത് സസ്യങ്ങളെയും മരങ്ങളെയും പിടിച്ചുകുലുക്കി. എന്നാൽ അതിനിടയിൽ കാറ്റിലൂടെ ലഭിക്കുന്ന സന്ദേശം ഡുണ്ടെ ശ്രദ്ധിച്ചു. മഴയുടെ ഗന്ധവും ഇടിയുടെ വിദൂര മുഴക്കവും അവന് അനുഭവിക്കാൻ കഴിഞ്ഞു. ഡുണ്ടെ ഗ്രാമത്തിലേക്ക് ഓടി. അവൻ മൂപ്പന്മാരോട് പറഞ്ഞു, പടിഞ്ഞാറ് നിന്ന് മഴ വരുന്നു. കാറ്റ് പറയുന്നു കൊടുങ്കാറ്റും ജലപ്രളയവും ഉണ്ടാകുമെന്ന്. കൃഷിയിടങ്ങൾക്ക് സമീപമുള്ള പഴയ അണക്കെട്ട് തകർക്കുമെന്ന്. ആർക്കും അത് വിശ്വസിക്കാനായില്ല. എന്നാൽ ഏറ്റവും പ്രായം കൂടിയ മൂപ്പൻ ഒരു കാര്യം ഓർമ്മിച്ചു. വളരെ കാലം മുമ്പ് ജ്ഞാനികളായ വേട്ടക്കാർ അതേ രീതിയിൽ കാറ്റിൻ്റെ സന്ദേശം സ്വീകരിച്ച് പല വിപത്ത് ഘട്ടങ്ങളിലും രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. അതോടെ എല്ലാവരും കൂടി ആ ചെറിയ അണക്കെട്ടിൻ്റെ അരികിലേക്ക് ഓടി. കല്ലും മരവും ഉപയോഗിച്ച് അത് ബലപ്പെടുത്തി. അർദ്ധരാത്രി അതിഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും ഉണ്ടായി. ഡാമിലേക്ക് വലിയ വെള്ളപ്പാച്ചിലിൽ ഉണ്ടായി. എന്നാൽ ഡാം അവർ നന്നാക്കിയതുകൊണ്ട് അപകടമുണ്ടായില്ല. അതോടെ ഡുണ്ടയെ എല്ലാവരും ചേർന്ന് ആദരിച്ചു. ചിലപ്പോൾ മുന്നറിയിപ്പ് വളരെ മന്ദസ്വരത്തിലാവാം. എങ്കിലും ആ മന്ദസ്വരം ഏറ്റവും വലിയ മുന്നറിയിപ്പ് നൽകിയേക്കാം. ശ്രദ്ധാപൂർവമുള്ള ശ്രവണവും ക്ഷമയും പലപ്പോഴും ജ്ഞാനം ലഭിക്കാൻ കാരണമാകാം. നിശബ്ദ അടയാളങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നവർക്ക് മറ്റുള്ളവർ കാണുന്നതിന് മുമ്പ് അപകടവും സാധ്യതകളും കാണുവാൻ കഴിയും. ശബ്ദായമാനമായ ഇന്നത്തെ അന്തരീക്ഷത്തിൽ ശാന്തസ്വരം പലപ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല. അതിനാൽ മുൻകൂട്ടി അറിയേണ്ട പലതും അറിയാൻ കഴിയുന്നതുമില്ല. എങ്കിലും ശ്രദ്ധാപൂർവം ശാന്തമായി ഇരിക്കുന്നവർക്ക് പല ചെറിയ സ്വരങ്ങളും പക്ഷികളുടെയും ചെറുജീവികളുടെയും ശബ്ദങ്ങളും അന്തരീക്ഷത്തിൻ്റെ പ്രകമ്പനങ്ങളും വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ധ്യാനാത്മാക്കൾ ജ്ഞാനികളാവുന്നത്. മറ്റുള്ളവരുടെ കുത്തുന്ന വാക്കുകൾ ഓർത്ത് ഒത്തിരിയേറെ വേദനിച്ച് കഴിയുന്നവനാണ് നീയെങ്കിൽ നീ ഇതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കണം. മറ്റുള്ളവരെക്കാളും
സുന്ദരമാണ് നിന്റെ ജീവിതം. അതുകൊണ്ടാണ് നിന്നെ കുത്തുന്നത്. ശരിയല്ലേ? മറ്റുള്ളവരെക്കാളും മുൻപിൽ നീ നിൽക്കുന്നത് കൊണ്ടല്ലേ നിന്നെ കുത്താനായിട്ട് അവര് വരിക. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകളില് ഒരിക്കലും തടയപ്പെടരുത്, തകർന്നു പോകരുത്. ജീവിക്കണം, മുന്നോട്ട് പോകണം. കേട്ടോ? ദൈവസഹായി. സങ്കീർത്തനം 49:16. ഒരുവൻ സമ്പന്നനാകുമ്പോഴും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട. 17. അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോവുകയില്ല, അവൻ്റെ മഹത്വം അവനെ അനുഗമിക്കുകയുമില്ല. 18. ജീവിതകാലത്ത് സന്തുഷ്ടനെന്ന കരുതിയെങ്കിലും അവൻ്റെ ഐശ്വര്യം കണ്ട് ആളുകൾ അവനെ സ്തുതിച്ചെങ്കിലും. 19. അവൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും, ഇനിമേൽ അവൻ പ്രകാശം കാണുകയില്ല. 20. മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയുമില്ല, മൃഗങ്ങളെപ്പോലെ അവൻ നശിച്ചു പോകും. Do not be afraid when some become rich, when the wealth of their houses increase. 17. For when they die, they will carry nothing away. Their wealth will not go down after them. 18. Though in their lifetime they count themselves happy, for you are praised when you do well for yourself. 19. They will go to the company of their ancestors, who will never again see the light. Mortals cannot abide in their pomp. They are like the animals that perish. സങ്കീർത്തനം 14:9. ഇപ്പോഴാണ് നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനാവുന്നത്. സ്വർണം കൊണ്ട് പള്ളി പണിയുന്നവനല്ല, ഒരു മനുഷ്യ ജീവനെയെങ്കിലും ദുരിതങ്ങളിൽ നിന്നും കരകയറ്റാൻ കഴിയുന്നവനാണ് സ്വർഗരാജ്യത്തിന്റെ അവകാശിയാവുന്നത്. ഇതില് നമ്മൾ തോക്കൂലെന്നല്ലേ? എന്താണ് പ്രാഞ്ചി ജയവും തോൽവിയും? ആപേക്ഷികമാണത്. ജയിച്ചെന്ന് നമ്മൾ കരുതുന്നവർ യഥാർത്ഥത്തിൽ ജയിച്ചവരാണോ? നേടിയെന്ന് നമ്മൾ കരുതുന്നവർ സത്യത്തിൽ എന്താണ് നേടിയത്? നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് നിന്നിലേക്ക് തിരിച്ചു വരില്ല എന്ന് നീ കരുതുന്നുണ്ടോ? ഇപ്പോഴാണ് നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനാവുന്നത്. സ്വർണം കൊണ്ട് പള്ളി പണിയുന്നവനല്ല, ഒരു മനുഷ്യ ജീവനെയെങ്കിലും ദുരിതങ്ങളിൽ നിന്നും കരകയറ്റാൻ കഴിയുന്നവനാണ് സ്വർഗരാജ്യത്തിന്റെ അവകാശിയാവുന്നത്. ഇതില് നമ്മൾ തോക്കൂലെന്നല്ലേ? എന്താണ് പ്രാഞ്ചി? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്. എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ.